അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ ടൈം ബക്സിനെ പറ്റി ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻബോക്സിൽ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് ഒരു കുട്ടി എന്നോട് വന്നിട്ട് ചേച്ചി ക്വസ്റ്റ്യൻസിൻ്റെ അതൊന്നും മനസ്സിലായില്ല, ഒന്നും കൂടെ ക്വസ്റ്റ്യനെയർ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേ പറഞ്ഞാണ് ഒരു കുട്ടി ചോദിച്ചാൽ ഞാൻ ക്വസ്റ്റ്യനെയർ ഇടുന്നതാണ്. അപ്പോഴെന്താ ചെയ്യുക, ബാക്കി എല്ലാവരും കൂടെ ചോദിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഞാൻ ചേർത്തിട്ട് വലിയൊരു ക്വസ്റ്റ്യനെയറായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെന്നെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടിട്ട് വേണം ഇത് വന്ന് കാണാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അത് പോയി കാണുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ DM വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്താണ് എന്നുള്ളതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞ് കുറച്ച് പേരെനിക്ക് വന്ന് എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷം. പിന്നെ കുറച്ച് പേർക്ക് $5 ആയിട്ടുണ്ട്. വിഡ്രോൾ ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഉടനെ തന്നെ വീഡിയോസ് ഇട്ടുതരാടാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഞാൻ ഇട്ടുതരാം. പിന്നെ എനിക്കെന്താണ് വരുന്നത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, ചേച്ചി ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യുമോ, എനിക്ക് നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഓരോരുത്തരും DM വന്ന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവർക്കും ആൻസർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കും നിങ്ങളോട് സംസാരിക്കാനൊക്കെ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വ്ളോഗ്സ് ചെയ്യാം. ചുമ്മാ ഞാൻ വന്നിട്ട് നിലച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. എനിക്ക് ഒരു ഫോണേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എൻ്റെ ചേട്ടൻ്റെ ഫോണിലോട്ട് ആക്കിയിട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ടൈം ബക്സ് വിഡ്രോവൽ എത്ര രൂപ? ഓക്കെ, ടൈം ബക്സ് വിഡ്രോവൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ $5. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തോന്ന്. അതായത് $5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ സൈനപ്പ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു $0.700 നമുക്ക് സൈനപ്പ് ബോണസായിട്ട് ടൈം ബക്സ് തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് $5, ആ പൂജ്യത്തിൻ്റെ അവിടെ 5 ആവണം, 5.000. അപ്പം $5 അത് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മനസ്സിലാവും. അത് ഏകദേശം 430 രൂപയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അത് കണക്ക് കൂട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, $5 ആവാൻ കുറേ വർക്ക് ചെയ്യണമോ? ഓക്കെ, $5 ആവാൻ വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വർക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളതിൽ കയറുക. നിങ്ങൾക്ക് നിങ്ങൾ ടൈം എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നത്. ഏണിങ്സ് അപ്പം തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റായി കിട്ടും. അപ്പം ഒറ്റയടിക്ക് നമുക്ക് $5 തുടക്കക്കാർക്ക് ഒരു ദിവസം കൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പകുതിയിൽ വെച്ച് നിർത്തി പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പാടാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തത് പിന്നെ അടുത്തത് ബാങ്ക് ട്രാൻസ്ഫർ സേഫ് ആണോ? ബാങ്ക് ട്രാൻസ്ഫർ സേഫ് ആണോ എന്ന് ചോദിച്ചവർക്കാണ്. ഞാൻ ഇപ്പം ടൈം ബക്സ് തുടങ്ങിയിട്ട് 4-5 വർഷമായി. അപ്പം ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന അടുത്തോളം കാലം ഞാൻ എല്ലാ പ്രാവശ്യവും ബാങ്ക് ട്രാൻസ്ഫറാണ് ചൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബാങ്ക് ട്രാൻസ്ഫറാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ എനിക്കിതുവരെ ഒരു കുഴപ്പം അതിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ചൂസ് ചെയ്തോ. എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോ. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. പക്ഷേ അതിൽ പെട്ടെന്ന് പൈസ കിട്ടത്തില്ല. 1-2 ആഴ്ച പിടിക്കും പൈസ വിഡ്രോൽ ആക്കിയിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് തിരഞ്ഞെടുത്തോ, പൈസ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നീട്
ID വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ ID വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ID വെരിഫൈ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചോദിച്ചതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചതിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് ആൻസർ തരാം. നമ്മൾ ID വെരിഫൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഒരു പേപ്പറിൽ ജസ്റ്റ് ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഒരു സെൽഫി പോലെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ ടൈം ബക്സ് എന്ന് എഴുതി പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുക. പിടിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങളത് അതിനകത്തൊരു ബട്ടൺ മീൻസ് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത് അവർ ചോദിക്കും എന്തെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കാൻ പറയും. ഗവൺമെൻറ് ID കാർഡോ പിന്നെ അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുന്നത് ലൈസൻസ് ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ അതൊന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് മെയിൽ അയച്ചു തരും. മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ID വെരിഫൈഡ് ആണെങ്കിൽ ആക്കിത്തരും. അപ്പോൾ അങ്ങനെയാണ് ID വെരിഫിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ടാസ്ക് എപ്പോൾ ക്രെഡിറ്റ് ആവും? ഓക്കെ, ടാസ്ക് എപ്പോൾ ക്രെഡിറ്റ് ആവുമെന്ന് ചോദിച്ചതിന് ഉത്തരം ഈ ഒരു മിനിറ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ടാസ്ക് ക്രെഡിറ്റ് ആവുന്നതിന് ടൈമുണ്ട്. അതായത് നമ്മളിപ്പോൾ ടാസ്ക് അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് അവർ ടൈം വെച്ചിരിക്കും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ്, ചിലപ്പോൾ 10 മിനിറ്റ്, ചിലപ്പം ഒരു വീക്ക് അവർ നോക്കുന്ന കണക്കിരിക്കും നമുക്ക് ടാസ്ക് ക്രെഡിറ്റ് ആവുന്നത്. പക്ഷേ ക്രെഡിറ്റ് ആവും, നമ്മൾ കറക്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാസ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ അതിലാരും പേടിക്കണ്ടടാ. ഓക്കെ, അടുത്തത് എന്നെ പറ്റിയാട്ടോ. അതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുള്ള കുറേ പേര്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ പറയാം. ചേച്ചിയുടെ ഏജ് ഓക്കെ, ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഏജ് പറഞ്ഞുകൂടെന്നാണ്. പക്ഷെ ഞാൻ എന്നാലും പറയാം. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എത്ര തോന്നും? പറയൂ, എത്ര തോന്നും? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എത്ര തോന്നുന്നു? ഏജ് പറഞ്ഞ ഓക്കെ പറയാം. ഓക്കെ, നിങ്ങൾ ഞെട്ടരുത്. ഏജ് എനിക്ക് 25. ഓക്കെ, എൻ്റെ ഏജ് 25 ആണ്. കണ്ട അമ്മച്ചി ലുക്കൊണ്ടൊന്നുമുണ്ട്, പക്ഷേ എനിക്ക് 25 വയസ്സായി. ഓക്കെ, അടുത്തത് $5 ആവുന്നതിന് മുന്നേ വിഡ്രോ പറ്റുമോ? ഇല്ലടാ, $5 ആവുന്നതിന് മുന്നേ വിഡ്രോയിൽ പറ്റത്തില്ല. കാരണം ടൈം ബക്സ് തരുന്നത് മാക്സിമം $5 ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. കുറേ പേര് എനിക്ക് DM-ൽ അവർക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസ അയച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വിഡ്രോയിൽ ഇപ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഒരു $5 ആണ് അവർ മിനിമം പറഞ്ഞേക്കുന്നത്. $5 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പിന്നെ $5 ആയിക്കഴിഞ്ഞ് നിങ്ങൾ ID വെരിഫിക്കേഷന് കൊടുക്കുമ്പോഴും $5 ആയിട്ട് നമുക്ക് വാലറ്റിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാനും ഒരു സമയം അവർ കൊടുത്തിരിക്കും. മുകളിൽ നെക്സ്റ്റ് പേ ഔട്ട് എന്ന് പറഞ്ഞ് കാണാതെ ഞാൻ നിങ്ങൾക്കിവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ അങ്ങനെ കാണും. അതിൽ നെക്സ്റ്റ് പേ ഔട്ട് എന്ന് കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ടേ ക്രെഡിറ്റ് ആവും. അപ്പോൾ ആ സമയം വരെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം, എന്താണ് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്പോഴും കൂടെ ഏണിങ്സ് എത്ര കിട്ടുന്നു അതും കൂടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, അടുത്തത് ഗെയിം കളിച്ചാൽ എപ്പോൾ ക്രെഡിറ്റ് ആവും? ഗെയിം കളിച്ചാൽ എപ്പോൾ ക്രെഡിറ്റ് ആവും എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. നാളെയോ മറ്റന്നാളോ ഇട്ടുതരാം. എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയതാണ്. ഓക്കെ, ഗെയിം കളിച്ചാൽ എപ്പോൾ ക്രെഡിറ്റ് ആവുമെന്ന് ചോദിച്ചവർക്കാണ്. ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ചില സൈറ്റുകളുണ്ട്. ചില സൈറ്റുകളിൽ നമുക്ക് ഗെയിമിൻ്റെ ഇത് ക്രെഡിറ്റ് ആവത്തില്ല, ചില സൈറ്റുകളിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, ചില സൈറ്റുകളിൽ ക്രെഡിറ്റ് ആവും, ചില സൈറ്റുകളിൽ ക്രെഡിറ്റ് ആവത്തില്ല. അത് ഏതൊക്കെ സൈഡിലാണ്, ഏതൊക്കെ ഓഫേഴ്സിലാണ് ഗെയിമിൻ്റെ ഇത് ക്രെഡിറ്റ് ആവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് വലിച്ചഴിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് പതുക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അപ്പം വലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കൂ. ഓക്കെ, അടുത്തത്
സൈനപ്പ് എററാവുന്നു. ഇത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈനപ്പ് എററാവുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. സൈനപ്പ് എററാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് താഴെ നിങ്ങളൊരു പാസ്വേഡ് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈം ബെക്സിലോട്ട് കയറുന്ന പാസ്വേഡാണ്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുള്ളതായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് അടിച്ച് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലും അങ്ങനെ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ പോലും നിങ്ങളടുത്ത് നിങ്ങളുടെ ടൈം ബെക്സിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ സെറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം ഒരു പേരടിക്കുക. നിങ്ങളുടെ പേര് ഇപ്പം ഞാൻ എൻ്റെ പേര് പറയാം. ഇപ്പം എൻ്റെ പേര് ആതിര എന്ന് ഇപ്പം ഞാൻ അടിച്ചു. എ ക്യാപിറ്റലിട്ട് ബാക്കി എല്ലാം സ്മാൾ ലെറ്റർ ഇട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 2 3 4 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2000 എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. നമ്പറോ എന്തെങ്കിലും ചേർത്തിട്ട് പിന്നെ 2 സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ 3 സ്പെഷ്യൽ ക്യാരക്ടർ ചേർക്കാം. അതിൻ്റെ മുകളിൽ അവർ അപ്പം തന്നെ എഴുതി കാണിക്കും. ഇപ്പം എറർ വരുന്നുണ്ടെങ്കിൽ മുകളിൽ അപ്പം തന്നെ എഴുതി കാണിക്കും നിങ്ങൾ സ്പെഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 2 3 എന്തെങ്കിലും ഒരു നമ്പേഴ്സ് അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്മാൾ ലെറ്റർ അടിക്കുക, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങളത് വായിച്ചു നോക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പിന്നെ താഴെ വരുമ്പോഴത്തേക്ക് ഐ എഗ്രി ഇൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊരു ഓപ്ഷനോട് ഉണ്ട്. അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് മറക്കരുത്. അത് മറന്നാൽ നമുക്ക് സൈനപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് പാസ്വേഡ് എങ്ങനെ സെറ്റാക്കാം. പാസ്വേഡ് എങ്ങനെ സെറ്റാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരോ എന്തെങ്കിലും അടിക്കുക. ജസ്റ്റ് ഹാഷോ എന്തെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും അടിച്ചിട്ട് സെറ്റ് ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫറിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ നമ്പർ കൊടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യമായിരുന്നു. ബാങ്ക് ട്രാൻസ്ഫറിൽ നമ്മൾ നമ്പർ ലിങ്ക് എഴുതുമ്പോൾ നമ്പർ കൊടുക്കണം. ബാങ്കിൽ കൊടുത്ത നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഏതെങ്കിലും ഫോൺ നമ്പർ കൊടുത്താൽ മതി. ഞാൻ ലിങ്ക് ചെയ്ത നമ്പറല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിലിതൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമ്പർ കൊടുക്കാം, നോ പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, കല്യാണം കഴിച്ചതാണോ? ഓക്കെ, ഇത് എനിക്ക് പേഴ്സണലായിട്ട് വന്ന ചോദ്യം കേട്ടോ. ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ പറയണോ? കല്യാണം കഴിച്ചതാണോ? ഓക്കെ, അതിൻ്റെ ഉത്തരം കല്യാണം കഴിച്ചതാണോ? ഓക്കെ, കല്യാണം കഴിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ഉത്തരം ഡെയിലി വ്ലോഗ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെയിലി വ്ലോഗ് ചെയ്യാവോ? വോയിസ് കൊള്ളാം. എൻ്റെ ഈ കാക്ക അരക്കണ പോലത്തെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസ് കൊള്ളാന്നൊക്കെ പറയുന്നത് എനിക്ക് വയ്യ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് വയ്യ. വോയിസ് കൊള്ളാന്നാടെ എൻ്റെ പൊന്നേ, എനിക്ക് വയ്യ. എന്തൊക്കെ കേൾക്കണം ഞാൻ. ഓക്കെ, വോയിസ് കൊള്ളാം അല്ലേ? ഓക്കെ, വോയിസ് കൊള്ളാം. എനിക്ക് കാണാൻ വരുന്നത്. ഓക്കെ, വോയിസ് കൊള്ളാം. ഡെയിലി വ്ലോഗ് ചെയ്യാവോ? ഡെയിലി വ്ലോഗ് ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. ജസ്റ്റ് കാണാൻ ആരും ഇല്ലാതെ ഞാൻ ചുമ്മാ ഡെയിലി വ്ലോഗ് ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ? ഡെയിലി വ്ലോഗ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി വ്ലോഗ് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ അല്ലേ, ഡെയിലി വ്ലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് കുറേ കൂടെ പരിചയപ്പെടാം അല്ലേ. ഇപ്പം നമുക്ക് യൂട്യൂബിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 400 300 300 സംതിങ് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഇവരെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ല, ഇവരെല്ലാം എൻ്റെ ഫാമിലിയാണ്. ഓക്കെ, ഫാമിലി ആയിട്ടാണ് കരുതേണ്ടത്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ബോറടിച്ച് പണ്ടാരം തുടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പം ഞാൻ ഡെയിലി വ്ലോഗ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. കാരണം എനിക്കിവിടെ വേറെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്കും സംസാരിച്ചിരിക്കാമല്ലോ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ അക്കൗണ്ടിൽ ഉള്ളത് കൂടുതലും കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരാണ്, അമ്മമാരാണ്, എന്നെപ്പോലുള്ള അമ്മമാരാണ്, വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം എൻ്റെ വോയിസിൽ നിന്നും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് നിങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് വാട്സപ്പിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവൊക്കെ വരാം. അപ്പം നമുക്ക് ലൈവിലൂടെയൊക്കെ ഒരുപാട് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. പ്ലേസ് എവിടെയാണ്? എൻ്റെ പ്ലേസ് അല്ലേ, എന്നെ പറ്റിയാണ് ചോദിച്ചിട്ടേ. ഓക്കെ, പ്ലേസ് എവിടെയാണ്? എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രം ആണ് കേട്ടോ. ട്രിവാൻഡ്രം. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പ്ലേസ് ഇപ്പോൾ ട്രിവാൻഡ്രം.
ഇനി ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊല്ലത്തോട്ട് പോകും. കൊല്ലം മീൻസ് എൻ്റെ വീട് കൊല്ലത്താണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇത് കൊള്ളാമല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്നെപ്പറ്റിയും കുറച്ച് മനസ്സിലാവും, എനിക്ക് നിങ്ങളെപ്പറ്റി മനസ്സിലാവും. നിങ്ങളും കമൻറ്റ് ചെയ്യും, ഞാനും ചോദിക്കാം. ഓക്കെ, സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല ചേച്ചി കുറേ ആയി. ഓക്കെ, സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല എന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. അതിപ്പം ആദ്യമായിട്ട് നമ്മൾ സർവേ തുടങ്ങിയല്ലേ, ഇപ്പം എന്താ പറയുക, ഇപ്പം ആദ്യമായിട്ട് സർവേ ചെയ്യുമ്പോൾ അങ്ങനെയാണെടാ. ഓക്കെ, പിന്നെ പിന്നെ ക്വാളിഫൈഡ് ആയിക്കോളും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അതിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ചോദിക്കുന്ന എല്ലായിടത്തും പറയാനുള്ള ഒരു ആൻറ്റി, പേര് ഞാൻ മറന്നു, എന്തോ ഒരു പേരുണ്ട് ആൻറ്റി, അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ സോറി പറയുന്നു. കാരണം സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിക്കോളും. നിങ്ങൾ കിറ്റ് ചെയ്യാതിരുന്നാൽ മതി. ആ സർവേ സൈറ്റിൽ നിന്ന് നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യാണ്ടിരിക്കരുത്. എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ തരും. ആദ്യം കുറേ അൺക്വാളിഫൈഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളിങ്ങനെ അൺക്വാളിഫൈ ചെയ്ത് കളയണത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല ഒരു ഇത് കൂടെ, അതായത് നമ്മൾ എത്ര അൺക്വാളിഫൈഡ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ക്വാളിഫൈ ആവാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു ആൾക്കാരെയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവും. ഞാനൊക്കെ കുറേ ക്വാളിഫിക്കേഷൻ എനിക്കിപ്പോഴും അൺക്വാളിഫൈഡ് ആവുന്നുണ്ട്. ചില സർവേന്നും നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് ആൾക്കാരെ നോക്കിയിട്ടായിരിക്കത്തില്ല വിളിക്കുന്നത്. ചിലർ നമ്മളെ നോക്കി വിളിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്കൊക്കെ ഇതായിക്കോളും. ജസ്റ്റ് നിങ്ങളതൊക്കെ ഇഗ്നോർ ചെയ്യട്ടെ. അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ ക്വാളിഫൈഡ് ആവും. ഈ ബുദ്ധിയില്ലാത്ത എനിക്കായെങ്കിലാണോ നിങ്ങൾക്കാവാൻ പാട്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവുന്നില്ല. ഓക്കെ, ഇത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവാത്ത എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവാനായിട്ട് ചിലർക്ക് നെറ്റ് എറർ ആയിരിക്കും, അല്ലെങ്കിൽ ടൈം ബെക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമല്ലോ. നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈം ബെക്സിൻ്റെ ഓക്കെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് അത് ഇതാവാത്തത്. ഓക്കെ, അതുകൊണ്ടാണേ. അത് ജസ്റ്റ് സീനില്ല. വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചൂടാ പിടിക്കില്ലേ? ഓക്കെ, അടുത്തത് എപ്പോൾ പൈസ ക്രെഡിറ്റ് ആവും? ഓക്കെ, എപ്പോൾ പൈസ ക്രെഡിറ്റ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇൻബോക്സിൽ, കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്താണ് കേട്ടോ. അത് എപ്പോൾ പൈസ ക്രെഡിറ്റ് ആവുമെന്ന് വെച്ചാൽ $5 ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട. അത് $5 ആവുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടാൻ, ഞാനത് സെറ്റാക്കി തരാം. കുറേ പേര് എനിക്ക് $5 ആയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കൺഗ്രാജുലേഷൻസ്. അവർക്കൊക്കെ ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കൂടെ ഉപയോഗമാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രൊഫൈൽ ഫോട്ടോ എവിടെ അപ്ലോഡ് ആക്കണം? ഓക്കെ, പ്രൊഫൈൽ ഫോട്ടോ എവിടെ അപ്ലോഡ് ആക്കണമെന്ന് വെച്ചാൽ ടൈം ബെക്സിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു 3 വരയുണ്ട് കേട്ടോ, പച്ച കളർ. ആ 3 വരയിൽ നിങ്ങൾ സെറ്റിങ്സിൽ വരിക. എന്നിട്ട് പ്രൊഫൈൽ എടുക്കുക. അതിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെ. അതിൽ നിങ്ങൾ സെറ്റാക്കുക. ഓക്കെ, സെറ്റായിക്കോളൂ. അതിൽ സെറ്റാക്കുക. ഓക്കെ, അടുത്തത് വേറെ ഏണിങ്സിൻ്റെ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മക്കളെ ഇതാക്കല്ലേ മക്കളെ. ഓക്കെ, ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ജെന്യൂനായിട്ടുള്ള കുറച്ച് സൈറ്റ് എനിക്കറിയാം. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50-100 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. ഇത് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അടച്ചു വയ്ക്കും. ഓക്കെ, അപ്പോൾ വേറെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത് പേടിക്കണ്ട. ഓക്കെ ചേച്ചി, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ട്. ഫുൾ വീഡിയോ ഇട്ട് പറഞ്ഞു തരാമോ? നല്ല ക്വസ്റ്റ്യൻ ചേച്ചി. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങുന്നതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ പറയുക, ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം. പിന്നെ
നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുമിച്ച് മുന്നേറാം. എങ്ങനെയുണ്ട്? നമ്മുടെ വീട്ടമ്മമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വീട്ടിൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞവരും വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നിട്ട് കമൻറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? ആ ഐഡിയ കൊള്ളാല്ലേ? വെക്കാം മക്കളെ. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇടത്തില്ല, അത് പൊട്ടിപ്പോയി, അങ്ങ് വയ്ക്കും. ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ. ഗെയിംസ് കളിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇടാമോ? ഗെയിംസ് കളിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ഡിലേ ഉണ്ട് ഗെയിംസിൻ്റെ കാര്യമായതുകൊണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സമയത്ത് ഇട്ട് തരാം. നിങ്ങൾ പേടിക്കണ്ട, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോ. ഓക്കെ. ഫുൾ സർവേ കംപ്ലീറ്റ് ആക്കണത് ഇടാമോ? ഫുൾ സർവേ കംപ്ലീറ്റ് ആക്കണത് ഇടാമോ? ഓക്കെ, ഇത് ഫുൾ സർവേ കംപ്ലീറ്റ് ആക്കണത് ഇടാം. ഓക്കെയാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ഇത്തിരി ലാഗായിരിക്കും. കാരണം ഇപ്പോൾ 10 മിനിറ്റിൻ്റെ സർവേ കാണും, 5 മിനിറ്റിൻ്റെ സർവേ കാണും, 20 മിനിറ്റിൻ്റെ 40 മിനിറ്റിൻ്റെ സർവേ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റിന് ഇട്ട് തരാം. നല്ല ലോങ് ആയിരിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പിന്നെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫുൾ ഇട്ട് തരാം, പേടിക്കേണ്ട. ഓക്കെ, അത് ഞാൻ ഇട്ട് തരാം. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അതുപോലെ ഓരോ വീഡിയോ ഇട്ട് തരാം. ഒരാൾ ചോദിച്ചാൽ പോലും ഞാൻ ഇട്ടുതരാം. കാരണം ഓരോരുത്തരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ബിക്കോസ് വി ആർ ഫാമിലി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. $5 ആയാലേ വിഡ്രോവൽ ഉള്ളൂ? അതേടാ, $5 ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ടൈം ബക്സിൻ്റെ പോളിസി. ഓക്കെ. ID വെരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ? ID വെരിഫിക്കേഷൻ എങ്ങനെയാണ്? ജസ്റ്റ് അവിടെ ഒരു മെയിൽ വരും. ആ മെയിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ പോവുക. നിങ്ങൾ ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നിങ്ങൾ ഫോട്ടോ സെൽഫി മോഡ് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ അവർ സെറ്റാക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ശനിയും ഞായറും സർവേ കുറവായിരിക്കും കേട്ടോ. അന്ന് നിങ്ങൾ ടാസ്ക് ചെയ്യുക. ശനിയും ഞായറും കുറവായിരിക്കും. കാരണം ശനിയും ഞായറും അവരുടെ സൈറ്റിൽ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അന്ന് കുറവായിരിക്കും. എന്നാലും സർവേ കിട്ടും, പക്ഷെ കുറവായിരിക്കും. പിന്നെന്താ, പ്രൂഫ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവോ? പ്രൂഫ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവോ? ഓക്കെ, അത് നല്ലൊരു ചോദ്യം കേട്ടോ. പ്രൂഫ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവോ എന്ന് ചോദിച്ചത്, ഞാൻ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്കിതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഓക്കെ, എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, പക്ഷെ വെരിഫിക്കേഷൻ കിട്ടത്തില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏണിങ്സിലുള്ളതാണോ നമ്മുടെ പൈസ? ഓക്കെ, ഏണിങ്സിലുള്ളത് നമ്മുടെ പൈസയാണ്, വാലറ്റിലുള്ളത് നമ്മുടെ പൈസയാണ്. ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഏൺ ചെയ്തു എന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഏണിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏണിങ്സും പിന്നെ ബോണസ് കിട്ടും നമുക്ക് ടൈം ബക്സിൽ നിന്ന്. ആ ബോണസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ വാലറ്റിലോട്ട് വരുന്നത്. അപ്പം എല്ലാം നമ്മുടെ പൈസയാണ് കേട്ടോ, എല്ലാം നമ്മുടെ പൈസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാലറ്റ് എന്താണ്? വാലറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാലറ്റ് മീൻസ് നമ്മൾ പൈസ വരുന്നു. വാലറ്റിന് ഇപ്പം എന്താ പറയുക, ഏണിങ്സ് എല്ലാം കൂടെ ചേർന്ന് വാലറ്റിലോട്ട് വരുന്നു. നമ്മൾ പൈസ കൂട്ടി വയ്ക്കുമല്ലോ, അത് തന്നെ വാലറ്റ്. അറിയാമല്ലോ, മനസ്സിലാക്കൂ വാലറ്റ്. പുഷ് ക്ലിക്ക് എന്താണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പുഷ് ക്ലിക്ക് എന്താണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മോള് സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാൻ. ഓക്കെ, അവളിവിടെ ഇങ്ങനെ കാണാൻ, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. പുഷ് ക്ലിക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളവർക്കാണ്. പുഷ് ക്ലിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ടൈം ബക്സ് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഒരു ക്ലിക്ക് അയച്ചു തരും. അത് സർവേ ടാബിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോഴൊക്കെ സർവേ വരും.
നല്ല ക്വസ്റ്റ്യൻ. എപ്പോഴൊക്കെ സർവേ വരും എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാടാ ചോദിച്ചത്? ഓക്കെ, ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്? സർവേ വരുന്നത് 1 മണിക്കൂർ ഇടവിട്ടാണ് സർവേ വരുന്നത്. അതായത് ഇപ്പം ഞാനൊരു ഏകദേശമുള്ള കറക്റ്റ് കണക്ക് പറയാം. 10:30, 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 10:30. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. അതായത് അരമണിക്കൂറുണ്ടല്ലോ, അതായത് 1 മണിക്കൂറിൽ അര വരുന്നുണ്ടല്ലോ, അതായത് 1:30, 2:30, 3:30 അങ്ങനെയുള്ള സമയത്താണ് കൂടുതൽ സർവേ വരുന്നത്. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് കയറി ഇരുന്ന് ഇഷ്ടംപോലെ സർവേ കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സർവേ ക്വാളിഫൈഡ് ആവാൻ ട്രിക്ക് പറയൂ. സർവേ ക്വാളിഫൈഡ് ആവാനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഞാൻ ഏണിങ്സ് ഡൽഹിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതാണ് ട്രിക്ക്. അതാണ് ഞാൻ കണ്ടുപിടിച്ച ട്രിക്ക്. പിന്നെ ഒരു കൊച്ചെനിക്ക് ഒരാളെനിക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരുപാട് ഉപയോഗമുള്ള വീഡിയോസാണ് ചെയ്യുന്നത്, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അതിന് എനിക്കും താങ്ക് യു ഉണ്ട്. നിങ്ങളുടെ അടുത്ത് താങ്ക്സ്. ഞാൻ വെറുതെ വീഡിയോ ഇട്ടാലും കാണാൻ നിങ്ങളുള്ളതുകൊണ്ടല്ലേ എനിക്കും ഇങ്ങനെ താങ്ക്സ് ഒക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാനാണ് താങ്ക്സ് പറയേണ്ടത്. താങ്ക്സ്. ക്വസ്റ്റ്യൻ, ഡാഷ് ബോർഡിൽ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഡാഷ് ബോർഡിൽ ഓപ്ഷൻ കാണിക്കാത്തത് നിങ്ങൾക്ക് ജസ്റ്റ് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഡാഷ് ബോർഡിൽ ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് നിങ്ങൾ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക, ഓപ്ഷൻ കാണിക്കും. ഓക്കെ, എന്നിട്ടും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം വീണ്ടും. $5 മാത്രമേ വിഡ്രോ പറ്റുള്ളൂ. അല്ലടാ, $5 മാത്രമല്ല വിഡ്രോൾ പറ്റുന്ന. ആദ്യം എന്തായാലും $5 ആയാലേ നമുക്ക് വിഡ്രോൾ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാം. എന്നിട്ട് വിഡ്രോ ചെയ്താൽ മതി. ഓക്കെ, അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണോ? അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണം. കാരണം നമ്മൾ ID പ്രൂഫിൽ ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അകത്ത് അഡ്രസ്സ് അവർ വെരിഫൈ ചെയ്യും. അഡ്രസ്സ് കറക്റ്റ് കൊടുത്തോ. പിൻകോഡും പ്ലേസും കറക്റ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. കാരണം അവർ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഏജ് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും. അപ്പം നമ്മൾ തേഞ്ഞൊട്ടിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. കഴിവതും നിങ്ങൾ കേരള കൊടുക്കണ്ട കേട്ടോ. കേരള കൊടുത്താൽ ജസ്റ്റ് സർവേ കുറവായിരിക്കും. ചേച്ചി, ഞാൻ UAE-യിലാണുള്ളത് എങ്കിൽ ഞാൻ UAE കൊടുത്താൽ മതിയോ? ഓക്കെ, UAE-യിലുള്ള ആൾക്കാരൊക്കെ UAE കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് ജസ്റ്റ് സീനില്ല, അതൊക്കെ ഓക്കെയാണ്. കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അതിനൊക്കെ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഇടയിൽ എനിക്കിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ കാതിൽ ഒരു വീഡിയോസിലും കമ്മൽ കാണാറില്ലല്ലോ, ചേച്ചി ഇയറിങ്സ് ഇടാറില്ലേ? ഓക്കെ, ഞാൻ ഇയറിങ്സ് ഒക്കെ ഇടാറുണ്ട്. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇയറിങ്സ് ഒന്നും ഇടാറില്ല. ഒന്നിന് പകരം എനിക്ക് എത്ര കണ്ടോ? 1, 2, 3, 4 ഉണ്ട്. കുപ്പി എടുത്തോണ്ട് 4 ഇയറിങ്സ് ഉണ്ട്. പക്ഷെ എനിക്കിടാൻ താല്പര്യമില്ല. വീട്ടിൽ ഞാൻ ഇടാറില്ല. മോളൊക്കെ ഉള്ളതിലെ മോള് കാതിലൊക്കെ പിടിച്ച് വലിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചേച്ചി, ഇതൊക്കെ ഉള്ളതാണോ? പൈസയൊക്കെ കിട്ടുമോ? ഓക്കെ, ഈ ചോദ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഉത്തരം പറയാം. എടാ, ഇത് ഉള്ളതായതുകൊണ്ടാണല്ലോ എനിക്ക് വീഡിയോ പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. ചുമ്മാതെ വന്നിരുന്ന് എനിക്ക് ഇവിടെ കിടന്ന് അലക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുറേ സൈറ്റുകളിൽ വർക്ക് ഫ്രം ഹോമിൽ ഞാൻ പൈസ കൊടുത്തിട്ട് എനിക്ക് പൈസ നഷ്ടമായിട്ടുണ്ട്. ഇതും അതേപോലെ ആയി പോകുമോ എന്നൊരു പേടിയുണ്ട് ചേച്ചി, പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനുള്ള ആൻസർ ഞാൻ പറയാം. ഇത് ഫ്രോഡായിട്ടുള്ളതൊന്നും അല്ല. കാരണം ഇതിൻ്റെ അകത്ത് അധികം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. ഓക്കെ, സോറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ഈ സൈറ്റിൻ്റെ അകത്ത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള സൈറ്റല്ല ഇത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളും ഇത് ട്രസ്റ്റ് ആക്കിക്കോ. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പൈസ ചോദിച്ചിട്ട് അങ്ങനെ വല്ല മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണിത്? ചേച്ചി ഏതുവരെ പഠിച്ചു? ഇതൊക്കെ ചോദ്യമാണ് അവിടെ. ഞാൻ ടൈം ബേസിനെ പറ്റി ചെയ്യുമ്പോൾ എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ഓക്കെ, ഞാൻ പഠിച്ചത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പോൾ വീട്ടിൽ ഇരിപ്പാണ് പണി. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കേട്ടോണേ. യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ആളെ പറ്റിച്ച് ജീവിക്കുന്നത്? എന്താ പറയാ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ ചോദിച്ചാരാണ്? പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ഓക്കെ? അങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെന്ന് ആരോടോ പറഞ്ഞത്, എനിക്ക് വരുമാനമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ വല്ല വരുമാനം കിട്ടിയാൽ ഞാൻ ആദ്യം കുറച്ച് കുഴിമന്തി മേടിച്ചതിന്, ഓക്കെ? വരുമാനമൊന്നുമില്ല, ഇപ്പോഴൊന്നും വരുമാനമൊന്നും വന്നിട്ടില്ല. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വരുമാനം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബിഗ് ഗീവ് അവേ ഒക്കെ നടത്താം കേട്ടോ. വരുമാനം വരട്ടെ വരാതിരിക്കില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്. പിന്നെ വരുമാനമുള്ള ഞാൻ എന്തിനാണ് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആളുകളെ പറ്റിച്ചതൊന്നുമില്ല, കറക്റ്റ് കാര്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റിപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യാം. നമുക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇഗ്നോർ ചെയ്ത് കളയാം കേട്ടോ, ഓക്കെ? അതൊന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചേച്ചി ടൈം ബക്സിനെ പറ്റി ലൈവിലൊക്കെ വന്നൊന്ന് പറയാമോ? ഓക്കെ, ലൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ യൂട്യൂബിൽ ലൈവ് കാണുമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, എനിക്ക് സമയവും കിട്ടാറില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ലൈവിനോടൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് ലൈവിലൊക്കെ വരുമ്പോൾ കൂടുതൽ നമുക്ക് പരിചയപ്പെടാൻ തോന്നില്ലേ? അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ലൈവ് വരാം. അത് കണ്ടോ, ക്യാമറേൻ്റെ ബാക്കിൽ ആരാണ്? ആരാത്? ആരാവിടെ? ഓക്കെ, ആരാ? ഓക്കെ, റിവ്യൂസ് ആണ്. ഇടയ്ക്ക് ഇവളിങ്ങനെ വീഡിയോൻ്റെ ബാക്കിലൊക്കെ വന്നിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പം ഇതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അവളങ്ങനെയാണ്. വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇതേപോലത്തെ ഏണിങ്സ് വീഡിയോ ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്, ഇതേപോലത്തെ ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റുകൾ ഇനിയും പരിചയപ്പെടുത്തി തരുമോ? ഉറപ്പായും ഇനിയും ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഓക്കെ? അപ്പം ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നില്ലേ? ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ ഇതിൽ ഏതെങ്കിലും ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. വിട്ടുപോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യൂ, അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ, ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഏകദേശം ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ കവറപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കവറപ്പ് ചെയ്തെന്നാണ് എനിക്കും തോന്നുന്നത്. ഏകദേശം ഞാൻ അറിയാവുന്ന കുറേ ചോദ്യം വന്നിട്ടുള്ളതിൽ ഒരേപോലെ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേട്ടോ, നന്ദി. കാരണം എനിക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന നിങ്ങളുള്ളതാണ് എൻ്റെ വിജയം, മനസ്സിലായില്ലേ? ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞും എനിക്ക് സപ്പോർട്ട് കിട്ടത്തില്ലല്ലോ. നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഓക്കെ നന്ദി പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴും നല്ലൊരു എനർജി ഫീൽ കിട്ടുന്നുണ്ട്, ഓക്കെ? എനർജി ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാം, ഒക്കെ ലൈവിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്കും പറ്റുന്ന സമയം പറയുക, അപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവ് ഇടുന്നതിൻ്റെ സമയമൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നിട്ട് ഒരുപാട് സംസാരിക്കാം. കൂടുതലും എനിക്ക് സന്തോഷം, കുറേ വീട്ടമ്മമാരെ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട്സ് മീൻസ് ഫാമിലിയാണ്. കുറേ വീട്ടമ്മമാരെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരേ അവസ്ഥയിൽ കടന്നു പോകുന്നവർ കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലേ കുറേ അവസ്ഥകളുണ്ട് എല്ലാവർക്കും, ഒക്കെ അതൊക്കെ ഓക്കെ ആവും എല്ലാവർക്കും. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്ക്. നമുക്ക് അധ്വാനിക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ എവിടെയും നമുക്ക് എത്തിപ്പെടാം, ഓക്കെ? പിന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നും അത്ര എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട്ടൊന്നും ഇടപെടാത്ത. പിന്നെ ആരോ 2-3 പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
ചേച്ചി ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് എന്തോ വായ്ത്താളോ അങ്ങനെ എന്തോ വായ്ത്താളം അടിക്കാൻ സമയമുണ്ടല്ലോ ചേച്ചി. മറ്റേ എന്തോ ഇപ്പോൾ ആരോ മറ്റേ സ്ത്രീധനത്തിൻ്റെ പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, അതിനൊക്കെ പറ്റി വീഡിയോസ് ഇടുക ചേച്ചി. അപ്പോൾ അത് പെമ്പിളർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ ഇട്ടിരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും. വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പറയടേ. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോട്ടിവേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം നമ്മൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റും കൂടും. എനിക്ക് എന്തോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അധികം വീഡിയോ ഇടാറില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നു. ഓക്കെ, കുറേ ഫ്രണ്ട്സ് മാറി ഇപ്പോൾ ഫാമിലി ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോടത്തൊക്കെ കടപ്പാടുണ്ട്. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഗെയിംസിൻ്റെ കാര്യങ്ങൾ ഇട്ട് തരാം. അപ്പം പിന്നെന്താ പറയുക, പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ള് കാണുക കേട്ടോ. ടൈം ബെക്സിൻ്റെ 1ാമത്തെ പാർട്ടോട്ട് ഫുള്ള് കാണുക. കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ കാണാതെ വന്നിട്ട് കമൻറ്റ് ചെയ്യരുത്. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൗട്ട് വരും. ഏതെങ്കിലും ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയുടെ ആദ്യവും അവസാനവും പറയുന്നത് പാർട്ടായിട്ട് കാണുക. ഓക്കെ ആവുമെന്ന്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എൻ്റെ വോയിസ് കേൾക്കാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടുതരാം. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ഈ കാക്ക ശബ്ദം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലത്തെ എന്നെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡി എം വന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് വീഡിയോ ഇടാം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ എവിടെ നിന്നൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ സ്ഥലം എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് രസം ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ആൾക്കാരെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് നോക്കാമല്ലോ. അത് മാത്രമല്ല എത്ര നാട്ടിലുള്ളവർ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഗീവ് അവേ കൊടുക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു വലിയ ഗീവ് അവേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 500 സബ്സ്ക്രൈബർ വെച്ച് കൂടുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ഗീവ് അവേ ചെയ്യാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഗീവ് അവേയും ചെയ്യുന്നത് ഞാൻ എൻ്റെ ടൈം ബെക്സിൻ്റെ വരുമാനം വെച്ചിട്ടാണ് ഗീവ് അവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗീവ് അവേക്ക് ഇഷ്ടമുള്ളവർ കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗീവ് അവേയിൽ നിങ്ങൾക്ക് അത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരാം. അപ്പോൾ ഓക്കെ, 1000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, പിന്നെ 1500 ആവട്ടെ, 2000 ആവട്ടെ, ഇങ്ങനെ പോട്ടെ. ഓരോരോ സബ്സ്ക്രൈബർ 500 സബ്സ്ക്രൈബർ വെച്ചിട്ട് ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഗീവ് അവേയിൽ ക്യാഷ് കൊടുക്കാം. പക്ഷേ അതെനിക്ക് യൂട്യൂബ് പോളിസിക്ക് എതിരാണോയെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി എന്ത് പറയാനുള്ളത്, എനിക്ക് വീട്ടമ്മമാരുടെ ഒരു സാഹചര്യം എനിക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് സന്തോഷമാവട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ടാറ്റാ.